മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുമ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രാത്രി ശക്തമായ മഴ പെയ്തിരുന്നു. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ തിരുവനന്തപുരം നഗരത്തിൽ ഓട വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ട്. ജി ശ്രീജിത്തും ഡാനി പോളും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം എറണാകുളത്ത് നിന്ന് ഡാനി പോളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡാനിയിലേക്ക് കടക്കുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് അവിടെ? നല്ല ശക്തമായ മഴയൊക്കെ ഉണ്ടോ? നിലവിൽ ഓറഞ്ച് അലേർട്ടാണ്. കൊച്ചി മുങ്ങാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? ആര്യ, ഗുഡ് മോർണിംഗ്. കൊച്ചി മുങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ രാവിലെ പേടിപ്പിക്കരുത്. കാരണം മഴയ്ക്കുള്ള ഒരു സാധ്യതകൾ തന്നെ വളരെ സജീവമായിട്ട് തുടരുന്നുണ്ട്. നമുക്കറിയാം, മഴ പെയ്താൽ കൊച്ചി വലിയ പ്രതിസന്ധികളെല്ലാം തന്നെ നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇന്നലെ രാത്രിയെല്ലാം തന്നെ കൊച്ചി, എറണാകുളം ജില്ലയിൽ പൊതുവെയും തന്നെ ഒരു മഴ നിൽക്കുന്നൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. പക്ഷെ വലിയൊരു കനത്ത സ്വഭാവത്തിലേക്ക് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു രീതിയിലേക്കൊന്നും മാറിയിട്ടില്ല. എങ്കിലും ആകാശം മേഘാവൃതം തന്നെയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു വെച്ചാൽ ഇടവിട്ട മഴ ലഭിക്കുന്നുണ്ട്. രാവിലെ ഇപ്പോൾ മഴ പൊടിയുന്നുണ്ട്. ഒരു അന്തരീക്ഷം അങ്ങനെയാണ് നിൽക്കുന്നത്. പൊതുവിൽ എപ്പോൾ വേണമെങ്കിലും നല്ല രീതിയിൽ മഴ ലഭിച്ചേക്കാം എന്ന പ്രതീതി തന്നെയാണ് നിലനിൽക്കുന്നത്. ആ ഒരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്നുണ്ടെങ്കിലും ഇന്നലെ വൈകിട്ട് മുതലാണ് മഴ ഒരു പെയ്ത്തിലേക്ക് അടക്കം തന്നെ മാറുകയും ചെയ്തത്. എന്തായാലും ഈ ദിവസങ്ങളിൽ മഴ ശക്തമായി മറ്റിടങ്ങളിലേക്ക് പോലെ തന്നെ ഇവിടെയും കൊച്ചിയിലും ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ളൊരു മുന്നൊരുക്കങ്ങൾ, മഴക്കാലപൂർവമായ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നഗരസഭ തുടങ്ങിയിരുന്നു. അതൊന്നും പൂർണ്ണമായും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു മഴ പെയ്ത്തുണ്ടായാൽ നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ഒരു പെടാനുള്ളൊരു സാധ്യത എല്ലാം തന്നെ വളരെ സജീവമായിട്ടുണ്ട്. കാരണം വേനൽ കടുത്തു നിൽക്കുമ്പോൾ തന്നെയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അതിനിടയിലാണ് ഒരു ന്യൂനമർദ്ദം കടന്നു വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായൊരു മഴ ലഭിക്കുകയാണെങ്കിൽ അകപ്പെടാനുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ളൊരു സാധ്യതയെല്ലാം കൊച്ചിയിൽ വളരെ സജീവമായിട്ട് തന്നെ തുടരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ താൽക്കാലിക മഴയിലൊന്നും നിർത്തിയിട്ടില്ല. ഓടകളുടെ വൃത്തിയാക്കലും കാര്യങ്ങളും എല്ലാം തന്നെ തുടരുന്നു. തീരമേഖലകളിലും അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളുള്ള സ്ഥലങ്ങളിലുമെല്ലാം തന്നെ വളരെ സജീവമായൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. കടലാക്രമണ ഭീഷണിയുള്ളിടത്തെല്ലാം പ്രത്യേക ഓരോ മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി പറഞ്ഞതുപോലെ തന്നെ എന്തായാലും അത്തരത്തിൽ കൊച്ചി മുങ്ങാനുള്ള ഒരവസ്ഥയിലേക്കും സാഹചര്യത്തിലേക്കും ഒന്നും കാര്യങ്ങൾ കടക്കാതിരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഡാനി പോൾ സൂചിപ്പിച്ചത്. അതായത് ഈ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള മഴക്കാലത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ ഏത് സമയത്താണ് നമ്മൾ തുടങ്ങിയത് എന്നുകൂടി പ്രധാനമാണ്. അത് പൂർണ്ണമായി ഈ മഴക്കാലം എത്തിയപ്പോഴത്തേക്കും ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മഴ എത്താൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഓട വൃത്തിയാക്കലും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ നമ്മുടെ സംസ്ഥാനം കടന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെയ്ത മുന്നൊരുക്കങ്ങളൊക്കെ ഫലപ്രാപ്തിയിലാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി ഞാൻ